കടം വാങ്ങി മുടിപ്പിച്ചു എന്ന നിയമസഭയിലും പുറത്തും ദിവസവും വെള്ളക്കടലാസും തൂക്കിപ്പിടിച്ച് ധവളപത്ര നാടകം കളിക്കുന്ന മുഖ്യമന്ത്രി വി.ഡി. സതീശനും കൂട്ടർക്കും ജനങ്ങളുടെ കോടതിയിൽ നിന്ന് എണ്ണി മറുപടി നൽകുകയാണ് LDF. സംസ്ഥാനത്തെ വികസന മുരടിപ്പിലേക്ക് തള്ളിവിട്ട UDF ഭരണകൂടത്തിന്റെ കപട പ്രചാരണങ്ങളുടെ മുനയൊടിക്കുന്ന കണക്കുകൾ പൊതുജനത്തിന് അറിയില്ലായിരിക്കും. അതെല്ലാം അറിഞ്ഞിട്ടും കണ്ണടച്ചിരുട്ടാക്കുന്ന UDFന് ഇതെല്ലാം ഒരു ഓർമ്മപ്പെടുത്തലാണ്. LDF നേതാക്കൾ ജനങ്ങളോട് ചോദിക്കുന്നത് ഒന്നു മാത്രമാണ്. കഴിഞ്ഞ 10 വർഷക്കാലം കൊണ്ട് LDF ഇവിടെ കെട്ടിപ്പടുത്തതെല്ലാം ആകാശത്ത് നിന്ന് പൊട്ടി വീണതാണ്. നിങ്ങൾ പറയുന്ന ആ കടമൊക്കെ വാങ്ങിയത് ഇവിടെയുള്ള ജനങ്ങൾക്ക് ഊണ് കഴിക്കാനല്ല, മറിച്ച് ഈ നാടിന്റെ ഭാവി മാറ്റിമറിച്ച വൻകിട പദ്ധതികൾ യാഥാർത്ഥ്യമാക്കാനാണ്. UDF സർക്കാർ കൈയൊഴിഞ്ഞിട്ട് പോയ ഗെയിൽ ഗ്യാസ് പൈപ്പ് ലൈൻ പദ്ധതി ഇച്ഛാശക്തിയോടെ പൂർത്തിയാക്കിയതും ഈ നാടിന്റെ അഭിമാനമായ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖവും കൊച്ചി മെട്രോയും അതിന്റെ 2ാം ഘട്ടവും കൺമുന്നിൽ എത്തിച്ചതും ഇതേ LDF സർക്കാരിന്റെ കാലത്താണ്. കൊച്ചി വാട്ടർ മെട്രോയും കണ്ണൂർ വിമാനത്താവളവും കുതിരാനിലെ ഇരട്ട തുരങ്കപാതയും മലബാറിന്റെ പവർ ഇടനാഴികളും ഇവിടുത്തെ ജനങ്ങൾ അനുഭവിക്കുന്ന വികസനങ്ങളാണ്. ഇതൊന്നും കാണാതെയാണ് ഇന്നത്തെ ഭരണകർത്താക്കൾ ധനപ്രതിസന്ധിയുടെ പേരിൽ കണ്ണീരൊഴുക്കുന്നത്. പൂട്ടിക്കിടന്ന വെള്ളൂർ പേപ്പർ മില്ലിനെ പേപ്പർ ആക്കി മാറ്റിയതും അഴിമതിയില്ലാത്ത റോഡ് സുരക്ഷയ്ക്കായി AI ക്യാമറകൾ സ്ഥാപിച്ചതും ഡിജിറ്റൽ സർവകലാശാലയും ഡിജിറ്റൽ സയൻസ് പാർക്കും ഗ്രാഫിൻ ഇന്നവേഷൻ സെന്ററും സ്ഥാപിച്ച് IT മേഖലയിൽ വിപ്ലവമുണ്ടാക്കിയതും ഇതേ LDF ഭരണത്തിലാണ്. ടെക്നോ പാർക്കിലും ഇൻഫോ പാർക്കിലും സൈബർ പാർക്കിലുമായി 100 കണക്കിന് പുതിയ ആഗോള കമ്പനികളെ എത്തിച്ചപ്പോൾ ഈ നാട്ടിലെ ലക്ഷക്കണക്കിന് യുവാക്കൾക്കാണ് ജോലി ലഭിച്ചത്. കേവലം കെട്ടിടങ്ങൾ മാത്രമല്ല, 5 ലക്ഷം കുടുംബങ്ങൾക്ക് തലചായ്ക്കാൻ ലൈഫ് മിഷനിലൂടെ വീട് നൽകിയതും 4 ലക്ഷം പേർക്ക് ഭൂമിയുടെ അവകാശമായ പട്ടയം വിതരണം ചെയ്തതും 62 ലക്ഷം പാവങ്ങൾക്കടുത്ത് കൃത്യമായി ക്ഷേമ പെൻഷൻ വീട്ടിലെത്തിച്ചതും ഇതേ LDFന്റെ കാലത്തെ ജനക്ഷേമ മാതൃകകളാണ്. പൊതുവിദ്യാലയങ്ങളെ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്തി 50,000-ലധികം സ്മാർട്ട് ക്ലാസ് റൂമുകൾ ഒരുക്കിയതും എല്ലാ താലൂക്ക് ആശുപത്രികളിലും ഡയാലിസിസ് സെന്ററുകളും 700-ലധികം കുടുംബാരോഗ്യ കേന്ദ്രങ്ങളും സ്ഥാപിച്ച് സാധാരണക്കാരന് ചികിത്സ ഉറപ്പാക്കിയതും ഈ നാട്ടിലെ ജനങ്ങൾ മറന്നിട്ടില്ല. ചെല്ലാനത്ത് ഡെഡ്രോ പാഡ് കടൽഭിത്തി നിർമ്മിച്ച് തീരദേശത്തെ കണ്ണീരൊപ്പിയതും 20,000 കിലോമീറ്ററിലധികം റോഡുകൾ അന്താരാഷ്ട്ര നിലവാരത്തിൽ BMBC ആക്കി മാറ്റിയതും കൺമുന്നിലുള്ള യാഥാർത്ഥ്യങ്ങളാണ്. അതുകൊണ്ട് ഭരണത്തിന്റെ തണലിലിരുന്ന് വികസനത്തെ തകർക്കാൻ നോക്കുന്ന സതീശനും കൂട്ടരും ഈ കണക്കുകൾക്ക് മുൻപിൽ ആദ്യം മറുപടി പറയട്ടെ, എന്നിട്ടാകാം പ്രതിപക്ഷത്തെ കുറ്റപ്പെടുത്തുന്നത്. അതുകൊണ്ട് മുഖ്യമന്ത്രി വി.ഡി. സതീശനും കൂട്ടരും ഒരു കാര്യം മനസ്സിലാക്കുന്നത് നന്നായിരിക്കും. ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ നിങ്ങൾ അച്ചടിച്ചിറക്കുന്ന വെളുത്ത കടലാസിലെ കള്ളക്കണക്കുകളല്ല ഈ നാടിന്റെ ചരിത്രം. മണ്ണിൽ തൊട്ടറിഞ്ഞ ജനങ്ങൾ അനുഭവിച്ചറിയുന്ന വികസനത്തിന്റെ ഈ ചുവപ്പ് നാടകളാണ് യഥാർത്ഥ കേരളം. വികസനം എന്നാൽ എന്താണെന്നറിയാത്തവർ സ്വന്തം പരാജയങ്ങൾ മറച്ചുവെക്കാൻ പ്രതിപക്ഷത്തിന് നേരെ വിരൽ ചൂണ്ടുന്ന ഈ വില കുറഞ്ഞ രാഷ്ട്രീയം ജനങ്ങൾ തിരിച്ചറിയുന്നുണ്ട്. നിങ്ങൾ എത്രയൊക്കെ മൂടിവെക്കാൻ നോക്കിയാലും ഈ നാടിന്റെ നട്ടലായ വൻകിട പദ്ധതികൾക്ക് മുൻപിൽ നിങ്ങളുടെ ധവളപത്ര നാടകങ്ങൾ വെറും പാഴ്ക്കടലാസായി മാറുമെന്നതിൽ യാതൊരു സംശയവുമില്ല. ഭരണത്തിന്റെ സുഖശീതളമയിലിരുന്ന് LDFനെ തോൽപ്പിക്കാൻ നോക്കുന്ന UDF തമ്പുരാന്മാർക്ക് ജനകീയ വികസനത്തിന്റെ ഈ കണക്കുകൾ എന്നും ഒരു പേടി സ്വപ്നമായി തന്നെ തുടരും.